ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ദൈവവചനം 91 സങ്കീർത്തനം അല്ലേ, നമ്മൾ രാത്രി യാമങ്ങളിലൊക്കെ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് വായിക്കുന്ന ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിലൊരൊറ്റ വേർഡ് മാത്രം കഴിഞ്ഞ ഈ വചനം പറഞ്ഞപ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു ഭാഗമാണ്. അതായത്, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ. പല രീതിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. മുമ്പോട്ടേക്ക് പോകും തോറും നമ്മുടെ വരാൻ പോകുന്ന തലമുറകളാണെങ്കിലും കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അല്ല, അവൻ്റെ ആ കാവലും സൂക്ഷിപ്പും അതിന് നമ്മൾ നന്ദി പറയുന്ന കുഞ്ഞുങ്ങളായി തീരേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്ര. ഒരു ദിവസം മുഴുവനും നമ്മൾ ഓടിയിട്ട് ബെഡിന്മേൽ നമുക്ക് ക്ഷീണത്തിൽ നമ്മളായി പെട്ടെന്ന് ഈ സങ്കീർത്തനം പറയുന്നവരുണ്ട്. പല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തി അല്ലേ, ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു കർത്താവെ ഇന്നത്തെ ദിവസം അനേകർ എന്ത് ചെയ്തു, പല രീതിയിൽ അല്ലേ, നമുക്കറിയത്തില്ല. ഈ ലോകത്തേക്ക് പോയാൽ റോഡിൽ കൂടെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അപകടങ്ങളല്ലേ, പല രീതിയിലാണ്, നനയ്ക്കാത്ത നിമിഷങ്ങളിലാണ് അപകടങ്ങൾ ഈ ലോകത്ത് നടക്കണം. ഹല്ലേലൂയ, സ്തോത്ര. അതൊരു കാര്യം. രണ്ടാമത്തെ പക്ഷം, നമുക്ക് നമ്മുടെ നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ദുഷ്കർമ്മികൾ നമ്മളെ തള്ളിയിടുവാൻ നോക്കുന്നു. പാപത്തിലേക്ക് അല്ലെങ്കിൽ പല രീതിയിലേക്കും കർത്താവിങ്കൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ദുഷ്കർമ്മികൾ. ദൈവജനം പറയാൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിലെ ലോക അധിപതികളോട്. ഇതിനെയൊന്നും നമ്മുടെ കണ്ണിന് കാണാൻ കഴിയത്തില്ലെങ്കിലും നമ്മളെ ചുറ്റിനും പല നേരങ്ങളിലും നമ്മളെ തള്ളിയിടുവാനായിട്ട് നടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ ആ ഒരു ദിവസം സൂക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയ്ക്കും കാവലിനും നമ്മൾ എത്രമാത്രം നന്ദി പറയണം അല്ലേ. രാവിലെയുള്ള ദൈവത്തിൻ്റെ കരുതൽ, അത് രാത്രിയിലുള്ള യഹോവയുടെ ആ വിശ്വസ്തതയ്ക്ക് ഒരു ദിവസം കടന്നിട്ട് പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ നമുക്ക് കഴിയുന്ന ആ വിശ്വസ്തതയ്ക്ക് നമ്മൾ എത്രമാത്രം നന്ദിയുള്ളവരായി തീരേണ്ടത് ആവശ്യമാണ്. സ്തോത്ര. നമുക്കറിയാം, നമ്മളിപ്പോൾ നടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് വീഴാറാവുമ്പോൾ നമ്മുടെ കൈക്ക് കയറി ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ അവർ ഇപ്പോൾ ഒരു അൺനോൺ പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തിയാണ്, നമ്മൾ അവരോട് പറയും ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ എന്നെ സഹായിച്ചേന്, അല്ലെങ്കിൽ ഞാനിപ്പോൾ വീണാനേ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ഓപ്പൺലി നമ്മൾ അവർക്ക് നന്ദിയും എല്ലാം നമ്മൾ ചെയ്യുന്നു. സ്തോത്രമെങ്കിൽ എത്രയോ വട്ടം കർത്താവ് നമ്മുടെ കാല് 91 സങ്കീർത്തനത്തിൽ പറഞ്ഞത്, നിൻ്റെ കാൽ പോലും കല്ലിൽ തട്ടിപ്പോവാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം അല്ലേ. അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എത്രമാത്രം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം അല്ലേ. നന്ദി അതൊരു ഗുഡ് ആറ്റിറ്റ്യൂഡാണ് അല്ലേ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ താങ്ക്സ് ഗീവിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിൽ വരേണ്ട നല്ലൊരു സ്വഭാവമാണ്. സ്തോത്രം. മനുഷ്യരോടും വേണം, അതിനുപരി നമ്മൾ ദൈവത്തോട് പറയാൻ മറന്നുപോകും. സ്തോത്ര. പരിശുദ്ധാത്മാവിന് നമ്മളെ ദിനം പ്രതി നമ്മളെ സത്യത്തിൽ നടത്താൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനും നമ്മൾ നന്ദി പറയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്ര. കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഓർക്കും. ഇവിടെ പറയുകയാണ്, അതെനിക്ക് പരിചയം പലകയുമാണ്. സ്തോത്ര അല്ലേ. പലതിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കുകയാണ്. കാരണം അത്യുന്നതൻ്റെ മറവിലാണ് നമ്മൾ വസിക്കുന്നത്. സ്തോത്ര. ആ ഉറപ്പുള്ളവരൊക്കെയും ദൈവത്തിന് എന്ത് ചെയ്യണം, നന്ദി പറയണം. ഞാൻ എൻ്റെ യേശുവിൻ്റെ മറവിലാണ് മറഞ്ഞിരിക്കുന്നത്. ദുഷ്ടൻ എന്നെ കാണുവാൻ കഴിയുകയില്ല. മരണനിഴലിൽ എന്നെ തൊടുവാൻ കഴിയാതെ വണ്ണം ഞാൻ ദൈവത്തിൻ്റെ മറവിലാണ് മറഞ്ഞിരിക്കുന്നതെന്നൊരു ഉത്തമ ബോധ്യം ഒരു ഭക്തനുണ്ടായിരിക്കണം. ദൈവവചനങ്ങൾ പലയിടത്തും വായിക്കുമ്പോൾ തന്നെ, അതായത് 2 തിമോത്തിയോയിൽ ഒരു വചനമുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 13. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനാണ്. അതായത് ദൈവത്തിൻ്റെ വിശ്വസ്തത അല്ല, അവൻ്റെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ അവിശ്വസ്തരായി തീരും. ചില രാത്രിയിലൊക്കെ നമ്മൾ ബിസി ആയിട്ട് വന്ന് കിടന്നങ്ങ് ഉറങ്ങും. സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തെ പോലും നന്ദി പറയാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു, ദൈവകാര്യങ്ങൾക്ക് ചിലപ്പോൾ അവിശ്വസ്തത കാണിക്കും അല്ലേ. പല രീതിയിൽ ദൈവത്തോടെ നമുക്ക് അവിശ്വസ്തതയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഈ ലോകത്തെ ഓഫീസ്
ഓഫീസർമാരോടോ മറ്റുള്ളവരോടാണെങ്കിൽ അതിനുള്ള ശിക്ഷ നമ്മളല്ല, നമ്മുടെ സാലറി കട്ടാവും. ആമേൻ സ്തോത്രം. ദൈവത്തോട് മാത്രം നമുക്ക് അവിശ്വസ്തതയാണ്. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്നത്. ദൈവം നമ്മൾ അവിശ്വസ്തരായിരുന്നിട്ടും ദൈവം വിശ്വസ്തയോടെ ഇന്ന് കാക്കുന്നതിൻ്റെ ഒരു എവിഡൻസ് ആണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തായിരിക്കുന്നത്. ആമേൻ സ്തോത്രം അല്ലേ. അപ്പം എന്താണ് കാരണം? ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിച്ചു കളയാം. അവനാണ് അല്ലേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ്റെ ഒരു സ്വഭാവത്തെ അവന് ത്യജിച്ചു കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിടെ ആ വചനം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പലയിടങ്ങളിൽ വിലാപങ്ങളിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അത് രാവിലെ തോറും പുതിയത്. ഏത്? യഹോവയുടെ കരുണയെക്കുറിച്ചാണ് പറയുന്നത്. അത് രാവിലെ തോറും പുതിയത്, നിൻ്റെ വിശ്വസ്തത വലിയതുമാവുന്നു. ആമേൻ സ്തോത്രം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വിശ്വസ്തത അത് ഭയങ്കര വലുതാണ്. ആമേൻ സ്തോത്രം. നിസ്സാരമായി നമ്മൾ കാണല് അല്ലേ. ഒരു ചിറകിൻ്റെ മറവിലാണ് നമ്മൾ മറഞ്ഞിരിക്കുന്നത്, യേശു എന്ന ചിറകില. ആമേൻ സ്തോത്രം അല്ലേ. അപകടങ്ങളിൽ ആപത്തെയും ദൈവം നമ്മളെ സൂക്ഷിച്ചതിന് നമ്മൾ ഇന്നു മുതൽ നന്ദിയുള്ളവർ. അതിനൊരു സ്പെഷ്യൽ ടൈം കണ്ടെത്തി കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ്റെ വിശ്വസ്തത എത്ര വലിയതാണെന്നാണ് ദൈവഭക്തൻ പറയുന്നത്. ആമേൻ സ്തോത്രം. ഈ വചനങ്ങളൊക്കെ നമ്മളെ അതിലേറെ ബലപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ആമേൻ സ്തോത്രം ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നല്ലേ. അതുപോലെ 13-ാം അധ്യായം പുറപ്പാട് 13 ഇപ്രകാരം പറയുകയാണ്, അവൻ പകലും രാവും യാത്ര ചെയ്ത്, അതായത് പകലിലും രാവിലും ഇസ്രായേൽ ജനത്തിന് യാത്ര ചെയ്യേണ്ടതിന് അവൻ വഴി കാണിക്കേണ്ടതിന് അവൻ പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പേ പൊയ്ക്കോണ്ടിന്ന്. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതേയില്ല. അപ്പോൾ അവർ പോകുന്ന ആ വഴിയിൽ ആമേൻ സ്തോത്രം പകലിലും രാവിലും ദൈവം തൻ്റെ ജനങ്ങളുടെ മുമ്പിലായി നടക്കുകയാണ്. അവനത് മാറുന്നേയില്ല. അവൻ അങ്ങനെ തന്നെ എന്ത് ചെയ്യാണ്? പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം അല്ലേ. നമ്മളെ ആ ഒരു സ്ഥലത്ത് എത്തിക്കുന്നിടം വരെ ദൈവത്തിൻ്റെ ആ സൂക്ഷിപ്പ് ഹല്ലേലൂയ അത് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ പ്രിയ ജനങ്ങളെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ ലോകത്ത് മറ്റുള്ള മനുഷ്യരോട് എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കാം. പക്ഷെ നീ ഉറങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസം നിന്നെ യഹോവ കാത്ത് പരിപാലിച്ചതിന് നന്ദി പറയാൻ നമ്മൾ പ്രാപ്തരാണ്. ഹല്ലേലൂയ സ്തോത്രം ആണ്. ദൈവവചനം നിസ്സാരമായി നമ്മൾ കാണല്ലേ. ദൈവത്തിൻ്റെ ആ വിശ്വസ്തത എത്രയോ വലുത് അല്ലേ. എത്രയോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? പല രീതിയിൽ നശിച്ചു പോയാനെങ്കിൽ യഹോവയുടെ വിശ്വസ്തത നമ്മളോട് കൂടി ഇരുന്നു. അമ്മ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ അല്ലേ, റാഞ്ചൽ പക്ഷികളിൽ നിന്ന് അതിനെ സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മളെ എത്രയോ വട്ടം ദൈവത്തിൻ്റെ ചിറകോട് നമ്മളെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് പെർഫെക്റ്റായിട്ട് വന്ന് കിടന്നുറങ്ങുമ്പോൾ നിന്നെ സൂക്ഷിക്കുകയും ആമേൻ സ്തോത്രം ഉറക്കത്തിൽ പോലും. അതാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ. അവൻ മയങ്ങത്തില്ല ഉറങ്ങത്തില്ലെന്ന് പറയാൻ കാരണം ദൈവത്തിന് ഉറക്കമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന് മയങ്ങാഞ്ഞിട്ടോ അല്ല അവിടെ പറയുന്നത്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള സംരക്ഷണയാണ്. ആമേൻ സ്തോത്രം. രാത്രിയെന്നില്ല പകലെന്നില്ല നമുക്ക് വേണ്ടി സംരക്ഷണ തരുന്നൊരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആ ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ അല്ലേ. ഉറച്ച മനസ്സോടെ പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആമേൻ. നമ്മൾ ഇത്രത്തോളം കാത്തേന് രാത്രിയുടെ ആമങ്ങളിൽ പകൽ പറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന സൂക്ഷ്മത. ആമേൻ സ്തോത്രം അല്ലേ. നമ്മളൊക്കെ എന്ത് ദൈവത്തിന് തിരികെ ചെയ്തിട്ടാണ്. ആമേൻ. നമ്മളൊക്കെ മനസ്സിലാക്കണം സ്വർഗത്തിന് നമ്മളോടുള്ള കരുതൽ. ഹല്ലേലൂയ. അത് രാവിലെ തോറും അത് പുതിയതാണ്. ആമേൻ സ്തോത്രം. ഓരോ ദിവസം കഴിയുമ്പോൾ അത് പുതിയതാണ്. കർത്താവിന് തൻ്റെ ഭക്തന്മാരോടുള്ള സംരക്ഷണം. അപ്പോൾ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചില വിശ്വസ്തത പുലർത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന് അതിൽ വരുന്നതാണ് നന്ദി. ദൈവത്തിന് നന്ദി തിരിച്ചു പറയാം. അത് കഴിഞ്ഞ് അവൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിലും ഒരു വിശ്വസ്തത. നീ ജോലി ചെയ്യുന്നിടത്തൊരു വിശ്വസ്തത. ആമേൻ സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന ടൈമിൽ ഒരു വിശ്വസ്തത ദൈവത്തോട് പുലർത്തണം. ആമേൻ. നിൻ്റെ സഭയോടൊരു വിശ്വസ്തത പുലർത്തണം. ആമേൻ സ്തോത്രം. ഈ വചനങ്ങളൊക്കെ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മളെ കൊണ്ടാവുന്ന രീതി മറ്റുള്ളവരോട് നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ സ്വർഗം നമ്മളെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരെങ്കിലും ആമേൻ പണ്ട് നാളുകളിൽ കർത്താവ് നമ്മളെ നടത്തിയതെല്ലാം മറന്ന് അവിശ്വസ്തരായി തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ നന്ദിയുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ.
അതാണ് ദൈവത്തിന് ഇഷ്ടം. സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും പരാതികളും പരിഭ്രമങ്ങളും മാറ്റിവെച്ചിട്ട് ആദ്യം തന്നെ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. സ്തോത്രം. നമ്മൾ ഇന്ന് വെറുതെ കുടിച്ചു കളയുന്ന ഈ വെള്ളം, സ്തോത്രം, ഈ വെള്ളം പോലും ഇല്ലാത്ത അനവധി കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, സ്തോത്രം, അല്ലേ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളെ ദൈവം എത്രത്തോളം നടത്തും. നമ്മൾ അവരെ ഓർത്തും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലേ, അവരെയൊക്കെയും വെച്ച് നോക്കുമ്പോൾ ശ്രേഷ്ഠ അതിശയകരമായ ദൈവം നമ്മളെ നടത്തുമ്പോൾ അവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അതുപോലെ ദൈവത്തോട് നന്ദിയുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ തീരട്ടെ. ഒന്നും വേണ്ട, ഈ ശ്വസിക്കുന്ന ശ്വാസം ദൈവം നമുക്ക് തരുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. നന്ദിയുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് തീരാം. നന്ദിയില്ലാത്തവരാകരുത്. സ്തോത്രം. ദൈവം നടത്തിയ പഴയ വഴികൾ, പണ്ടത്തെ വഴികളെ ഓർക്കുക. സ്തോത്രം, അല്ലേ? ദൈവം ചെയ്തുന്ന എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ഇന്നു മുതൽ ദൈവത്തെ കൂടുതലായി നന്ദി പറയാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നന്ദി പറയാം. അവൻ്റെ അഭിഷേകത്താൽ നമ്മളെ നിറച്ചതിന് നന്ദി പറയാം. സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരും ബലപ്പെടുത്തുമാറാട്ടെ. അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയമാണ്, പലകയാണ്. അതുകൊണ്ട് ദുഷ്ടൻ നമ്മളെ തൊടാതെ വേണം. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ ദൈവം മറച്ചോളും. ഈ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കുമാറാവട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.